നമുക്കിന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസം ഉണ്ടാക്കാം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. രസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മല്ലി ചതച്ചെടുക്കണം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചെടുക്കണം. 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി, 6 വെളുത്തുള്ളിയുടെ അല്ലി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം എന്നിവ ചതച്ചെടുക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു രൂപത്തിലാണ് ചതച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ രസം വയ്ക്കാനായിട്ട് ഒരു വലിയ പഴുത്ത തക്കാളി ഇങ്ങനെ കട്ട് ചെയ്യാം. നന്നായി പഴുത്ത തക്കാളിയാണ് രസം വയ്ക്കാൻ നല്ലത്. നമ്മളിവിടെ രസം ഉണ്ടാക്കാനായിട്ട് രസത്തിൻ്റെ പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചേരുവകളാണ് ചേർക്കുന്നത്. ഈ രസം വയറിന് വളരെ നല്ലതാണ്. ദഹനശേഷി എല്ലാം കൂട്ടാൻ രസം നല്ലതാണ്. അതുകൊണ്ടാണ് കല്യാണത്തിനൊക്കെ രസം വിളമ്പുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ എല്ലാ ചേരുവകളും പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. രസത്തിന് വേണ്ടിയിട്ട് നമ്മൾ തക്കാളി എല്ലാം കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ലെമൺ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. നമ്മളിനി ആ പുളിയുടെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഏകദേശം ഒരു 3/4 ഗ്ലാസ് പുളിയുടെ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പുളി അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. തക്കാളി ഇങ്ങനെ ഉടച്ച് ചേർക്കുന്നത് രസത്തിന് കൂടുതൽ സ്വാദ് കിട്ടുന്നതിനും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതിനും സഹായിക്കും. വെള്ളം ഒഴിക്കുന്നതിന് മുൻപ് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ഉടച്ച് ചേർക്കുന്നതിനായിട്ട്. അങ്ങനെ നമ്മുടെ രസത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് അല്പം കൂടെ വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. നമ്മളിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഏകദേശം നമ്മുടെ രസം തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. രസത്തിന് നല്ല മണം തരുന്നത് കായത്തിൻ്റെ പൊടിയാണ്. നമ്മളിതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി. ഇപ്പോൾ വീണ്ടും തിള വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് കുറച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കണം. രസം നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി വീണ്ടും അടച്ചു വെച്ച് 5 മിനിറ്റ് കൂടെ മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം രസം തിളച്ച് പോകരുത്. എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതാണ് നല്ലത്. രസം നന്നായി തിളച്ച് വരുന്നുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാവുന്നതാണ്. ഒരു ഫ്രൈങ് പാൻ എടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 2 തണ്ട് കറിവേപ്പില, 3 വറ്റൽമുളക് എന്നിവ ഫ്രൈ ചെയ്തെടുക്കണം. രസത്തിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാം. ഈ വറവ് ഫ്രൈ ചെയ്യുന്നത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല. വീഡിയോയുടെ ലെങ്ത്ത് കൂടാതിരിക്കാനാണ് അത് ഒഴിവാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും അറിയുന്നതാണല്ലോ എങ്ങനെയാണ് വറുത്തെടുക്കേണ്ടതെന്ന്. നമുക്കിതിലോട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു 3 തണ്ട് മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇത് ഉടനെ നമ്മൾ ഇളക്കി യോജിപ്പിക്കുന്നില്ല, അടച്ചു വയ്ക്കുകയാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. മല്ലി ഇലയുടെയും വറവിൻ്റെയും മണം നന്നായിട്ട് രസത്തിൽ പിടിക്കാനാണ് നമ്മളിങ്ങനെ അടച്ചു വയ്ക്കുന്നത്. 5 മിനിറ്റിന് ശേഷം തുറന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് രസം സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ഈ രസം ട്രൈ ചെയ്യൂ.